ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നമ്മളുടെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഓരോ കസ്റ്റമേഴ്സിനോ നമ്മളത് മെസ്സേജിലൂടെ എങ്ങനെ റിപ്ലൈ കൊടുക്കാൻ നിന്നാൽ നമുക്ക് അതിന് സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ചാനലിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ കഴിയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഈ ചാർക്കോളിൻ്റെ ഗോഡ് മിൽക്ക് സോപ്പിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഈ ചാർക്കോൾ, അതായത് ഇതിൽ വരുന്ന ഈ ചാർക്കോൾ നമ്മൾ എങ്ങനെ മേക്ക് ചെയ്യുന്നതാണ് ഒക്കെ ഉള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഇതിൻ്റെ ചാർക്കോൾ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളുടെ കോക്കനട്ട് ഷെൽ, ചിരട്ട നമ്മൾ കത്തിച്ചിട്ട് അത് നമ്മൾ കുറച്ച് ബൾക്കായിട്ട് തന്നെ നമ്മൾ ആദ്യം കത്തിക്കുക. നല്ല രീതിയിൽ കത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് പൊടിയാക്കി ആ രൂപത്തിലോട്ടാക്കി മാറ്റിയതിന് ശേഷം നമ്മൾ ആ പൗഡർ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ ഗോഡ് മിൽക്കിൻ്റെ ബേസ് കുറച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കും. എന്നതിന് ശേഷം അതിലോട്ട് ഇത് ആഡ് ചെയ്തിട്ട് നമ്മളത് ക്യൂബ് പോലെ കട്ട് ചെയ്യാണ്. ബൈ ഹാൻഡ് തന്നെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി നമ്മൾ കുറേ ബൾക്കായിട്ട് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ആട്ടുംപാൽ ചേർത്തിട്ട്, നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന ഈ ബേസ് ഉണ്ടല്ലോ, അതിൽ ആട്ടുംപാൽ ചേർത്ത് ബേസ് ഉണ്ടാക്കി നമ്മൾ ഇതിൽ മോൾഡിലോട്ട് ഒഴിച്ചിട്ട് ഈ ക്യൂബ്സ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ വരുന്നത്. അപ്പോൾ ഇതിലുള്ള രണ്ട് സംഭവങ്ങളും അത്യാവശ്യം എക്സ്പെൻസീവാണ്. നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ കുറേ കസ്റ്റമേഴ്സിനുള്ള ഒരു ഡൗട്ടാണ്, എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും വില, അതായത് വാങ്ങിക്കാത്ത കസ്റ്റമേഴ്സാണോ ചോദിക്കുക. പക്ഷെ വൺസ് വാങ്ങിച്ച കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മാഷാ അല്ലാ നമുക്ക് ഒരുപാട്, എനിക്ക് അതിൻ്റെ കൂടെ പറയാനുള്ളൊരു കാര്യമാണ് റെഡ് സാൻഡലിൻ്റെ, നമ്മൾ ഷിയാ ബട്ടർ റെഡ് സാൻഡൽ സോപ്പ് ഇപ്പോൾ ഒരു 1 മന്തൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ നമ്മളത് ലോഞ്ച് ചെയ്തിട്ട്. മാഷാ അല്ലാ രണ്ടാമത് ഓർഡർ ചെയ്യുന്ന ഒരു 5-6 സോപ്പൊക്കെയാണ്. അപ്പോൾ ചോദിച്ചാൽ അവർ പറയുന്നത് പിമ്പിൾസ് ഉണ്ടാവുന്നില്ല, നല്ലപോലെ മോയ്സ്ചറായിട്ട് ഫേസ് നിൽക്കുന്നുണ്ട്. ഈ ഒരു ബെനിഫിറ്റ് ആ ഒരു സോപ്പ് കൊണ്ട് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ചാർക്കോൾ ഗോഡ് മിൽക്ക് സോപ്പിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ആ ചാർക്കോൾ ഉണ്ടാക്കിയെടുക്കാനുള്ള സമയം, ബുദ്ധിമുട്ട് നല്ല രീതിയിൽ വരുന്നുണ്ട്. പിന്നെ രണ്ടാമത് ആട്ടുംപാലിൻ്റെ ഒരു എക്സ്പെൻസീവ്, അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളതിൽ ക്വാണ്ടിറ്റിയും നമ്മളതിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കേട് വരാതിരിക്കാൻ ഒരു എന്താ പറയുക, ഒരു കെമിക്കൽ അല്ലെങ്കിൽ മണത്തിന് വേണ്ടിയിട്ട് ഒരു കെമിക്കൽ, ഇതൊന്നും നമ്മളുടെ സോപ്പുകൾക്കൊന്നും പ്രത്യേകം സ്മെല്ലുകൾ നിങ്ങൾക്ക് ആർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ, സ്മെല്ല് ഉണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ ബ്രൈറ്റനിങ് സോപ്പിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും, അത് നമ്മൾ അതിൽ ഓറഞ്ച് ആഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു സ്മെല്ലാണ്. ചില സമയത്ത് കുറച്ച് നല്ലപോലെ നിങ്ങൾക്ക് സ്മെല്ല് അറിയുന്നുണ്ടാവും, ചില സമയത്ത് കുറച്ച് കുറവായിരിക്കും, ചില സമയത്ത് കുറച്ച് മഞ്ഞ അല്ലെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റ് മഞ്ഞായിരിക്കും, ചിലപ്പോൾ നല്ല മഞ്ഞായിരിക്കും. അതൊക്കെ നമ്മൾ ഇടുന്ന ഓറഞ്ചിൻ്റെ തൊലിയും, ഓറഞ്ച് ആണ് ഫ്രൂട്ട്, അതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേറെ ഇടുന്നുണ്ട്. അത് ഞാൻ പ്രത്യേകം വേറെ വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് അതിന് ഇത്രയും ആ ഒരു ഏത് പ്രോഡക്റ്റിനായാലും ആ ഒരു ചേഞ്ച് വരുന്നത്. ഓക്കെ, കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ ചാർക്കോൾ ഗോഡ് മിൽക്ക് സോപ്പിന് അങ്ങനെ നമുക്ക് പ്രത്യേകം ഒരു മണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഫസ്റ്റ് അത്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഒക്കെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, കാരണം എല്ലാവർക്കും ഡൗട്ടാണ് ഏത് സോപ്പാണ്. നിങ്ങൾക്ക് ടാൻ ആണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ, മെയിനായിട്ട് ടാൻ ആണ് നിങ്ങൾക്ക് പ്രശ്നം, നിങ്ങൾക്കൊരു ഫേസ് വാഷ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ബ്രൈറ്റനിങ് സോപ്പ്, 99 രൂപയുടെ ബ്രൈറ്റനിങ് സോപ്പാണ് വാങ്ങിക്കേണ്ടത്. പക്ഷെ അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ടത് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഡെഡ് സെല്ല്, ഒരു ഉണർവില്ലായ്മ ഫേസിന്, ഇതിനൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർവാസിൻ്റെ ഏത് സോപ്പായാലും ലൈക്ക് എ ഫേസ് വാഷ് എന്നുള്ള റിസൾട്ട് മുന്നിൽ കണ്ടു വേണം നിങ്ങൾ ഏത് സോപ്പ്, നമ്മളൊരു ഫേസ് വാഷ് എന്നുള്ള രീതിയിൽ ചെയ്യാതെ നമ്മൾ ഈ സോപ്പാണ് ഒരു ഫേസ് വാഷ് ആയിട്ട് എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് കസ്റ്റമേഴ്സ് യൂസ് ചെയ്തിട്ട് പറയുന്നത് ചാർക്കോൾ സോപ്പ് കൊള്ളാട്ടോ, പൈസക്ക് അതിന് വർത്തുണ്ട്, പിന്നെ നിങ്ങൾക്ക് ഒരു മാസം നല്ല ഒരു സോപ്പ് യൂസ് ചെയ്യാനുണ്ടാകും, നിങ്ങൾ ഫേസിന് മാത്രം യൂസ് ചെയ്യണമെങ്കിൽ 2 മാസം എന്തായാലും ഒരു സോപ്പ് നിൽക്കും. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഫേസ് വാഷിനേക്കാളും നിങ്ങൾക്ക് എത്രയോ ലാഭവും ബെനിഫിറ്റ്സും സൈഡ് എഫക്ട്സും ഇല്ലാത്ത പ്രോഡക്റ്റ് തന്നെയായിരിക്കും മാർവാസിൻ്റേത്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ്, ഇപ്പോൾ ഈ കോക്കനട്ട് ഷെല്ലിൻ്റെ ചാർക്കോൾ നമ്മൾ മേക്ക് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ, ഇതിൽ നമുക്ക് എന്താ പറയുക, എക്സ്ഫോലിയേറ്റ് ചെയ്യാനും നല്ല പോലെ ഡെഡ് സെല്ല് എടുത്ത് കളയാനും ഇമ്പ്യൂരിറ്റീസ് എടുത്ത് കളയാനും മൊത്തത്തിൽ ഫേസിനൊരു ഉണർവ് തരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ചിലരുടെ ഫേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു നിറമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഉഷാറുണ്ടാവില്ല ഫേസ് കാണാൻ. അതിനുള്ള മെയിൻ റീസൺ ഈ ഡെഡ് സെല്ലൊക്കെ തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒന്ന് പോയി ഫേഷ്യൽ ചെയ്ത് നോക്കും, ഒന്ന് പോയി
ക്ലീനപ്പ് ചെയ്ത് നോക്കുക. അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കതൊക്കെ ഫേസിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതേപോലെയുള്ള ഒരു എഫക്റ്റാണ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ആൻഡ് മോറോവർ ആട്ടുംപാൽ ഗുണങ്ങൾ ഞാൻ പറയേ വേണ്ട. അത് യൂസ് ചെയ്യുമ്പോൾ മോയ്സ്ചറായിട്ട് ഫേസ് നിൽക്കുകയാണ്, പിമ്പിൾസ് വരാതിരിക്കാനും എല്ലാത്തിനും. പിന്നെ ചിലർ ചോദിക്കും ഇത് യൂസ് ചെയ്ത് എനിക്ക് ബ്രൈറ്റനിങ് സോപ്പ് യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് വരുന്നില്ലേ, അപ്പോൾ എനിക്കിത് പോരാ. മതി, നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ഫേസിന് സെറ്റാകുന്നത്. അതിനനുസരിച്ച് നിങ്ങൾ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്യൂസ് പറയുകയാണെങ്കിൽ ഞാൻ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യും. പക്ഷേ ഇഫ് ഇൻ ദ സെൻസ് നിങ്ങൾക്കറിയായിരിക്കും എനിക്ക് ചാർക്കോളാണ് സെറ്റാവുക അല്ലെങ്കിൽ എനിക്ക് ബ്രൈറ്റ്നിങ് സോപ്പാണ് സെറ്റാവുക. ഏതാണ് അറിയുന്നവരുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രോഡക്റ്റ് വാങ്ങിക്കുക. അല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡൗട്ട് ചോദിക്കുക, നിങ്ങളുടെ കൺസേൺ അറിയിക്കുക. ഞാൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇതിൻ്റെ ഒക്കെ ബെനിഫിറ്റ്സും കാര്യങ്ങളും. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കളർ വൈറ്റനിങ് എഫക്റ്റ് കൊടുക്കാനും ചാർക്കോൾ ഗോൾഡ് മിൽക്ക് സോപ്പിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ബ്രൈറ്റനിങ് സോപ്പിനേക്കാളും നിങ്ങൾക്ക് ഇതായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ ബ്രൈറ്റനിങ് സോപ്പ് പറയുമ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് കിട്ടുന്നത്. ചാർക്കോൾ ഗോൾഡ് മിൽക്ക് സോപ്പിനേക്കാളും ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ആ ടാൻ അങ്ങ് പോയിട്ടാണ് ബ്രൈറ്റനിങ് എഫക്റ്റ് തരികയാണ്. ഇതാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത്. പിന്നെ ഇത് രണ്ടും കൂടെ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നു, ഇത്ത ചാർക്കോൾ സോപ്പ് സെപ്പറേറ്റ് ആണ് ഒരുപാട് ഹോം മെയ്ഡ് ആളുകൾ ചെയ്യുന്നത്, നിങ്ങൾ എന്താ ഇത് മിക്സ് ചെയ്ത് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ നമുക്കിത് രണ്ടും കൂടെ ചേർന്നാലുണ്ടാകുന്ന ഗുണങ്ങൾ ഇരട്ടിയാണ്. രണ്ടിനും ഒരേ രീതിയിലുള്ള റിസൾട്ട് ആകുമ്പം ഇത് സെറ്റ് ആവാത്തവർക്ക് ഇത് കൂടെ മിക്സിങ് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഡബിൾ എഫക്റ്റ് കാണിക്കും. നല്ല രീതിയിൽ ഫേസ് ഒന്നും കൂടെ നിങ്ങൾക്ക് എടുത്ത് ഒരു വൈറ്റനിങ് എഫക്റ്റ് തരും. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ റിസർച്ച് ചെയ്തിട്ടും നമ്മൾ നോക്കിയിട്ടും യൂസ് ചെയ്തിട്ടൊക്കെയാണല്ലോ പ്രോഡക്റ്റ് നമ്മൾ പിന്നെ ലോഞ്ച് ചെയ്യുന്നതും ലാബ് ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ അതാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, മോയ്സ്ചറൈസറും ലിപ്സ്റ്റിക്കിൻ്റെ കേസൊക്കെ ഞാൻ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി ഓൾറെഡി വെച്ച് ഒരു അറ്റ്ലീസ്റ്റ് നമ്മൾ 50 to 100 ആളുകൾക്കെങ്കിലും കൊടുത്ത് യൂസ് ചെയ്ത് അവരുടെ ഒക്കെ റിസൾട്ട് നോക്കി പ്ലസ് അത് കഴിഞ്ഞ് ലാബ് ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് പോലെ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ആയിട്ട് അറിയിക്കുന്നതായാലും പുറത്ത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതായാലും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഒന്നുമില്ല. ഈ ഒരു കാര്യങ്ങൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഏതാണ് അപ്പോൾ ഇത് വാങ്ങിച്ചാൽ ഇങ്ങനെയാണ് എന്നുള്ളത് റിസൾട്ട്. ബാക്കിയുള്ള സോപ്പിനെ കുറിച്ചൊക്കെ ഞാൻ ബ്രൈറ്റനിങ് സോപ്പിനെ കുറിച്ച് ഒരുവിധം എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു എൻ്റെ ഏത് ഓർഡർ എടുത്താലും അതിൽ 2 ബ്രൈറ്റനിങ് സോപ്പെങ്കിലും മിനിമം ഓർഡർ ഉണ്ടാവും. ഇപ്പോൾ ഒരു പാർസൽ ഞാൻ വിടുകയാണെങ്കിൽ അതിൽ എന്തായാലും 2 ബ്രൈറ്റനിങ് സോപ്പ് ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയണ്ട. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഈ ബ്രൈറ്റനിങ് സോപ്പിൻ്റെ അതേ ലെവലിൽ പോകുന്നുണ്ട്. പക്ഷേ ഒരു സോപ്പുള്ളവർക്ക് 5 or 6 ആയിരിക്കും കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്നത്. റെഡ് സാൻഡൽ സോപ്പും അങ്ങനെ തന്നെയാണ്. അപ്പം ഈ ഡൗട്ട്സ് ഉള്ളവർക്ക് ഇത് ഇത്ര എക്സ്പെൻസീവ് കൊടുത്ത് ഞാൻ എന്തിനാണ് വാങ്ങിക്കുന്നത് എന്നുള്ള ഫസ്റ്റ് കസ്റ്റമറിനുള്ള മറുപടിയാണ് ഈ വീഡിയോ. വാങ്ങിച്ചവർ ബ്രൈറ്റനിങ് സോപ്പിലോട്ട് പിന്നെ പോകാറില്ല, ഇത് തന്നെ വാങ്ങിക്കാറുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർ ഒന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ അത്രേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ. അസ്സലാമു അലൈക്കും. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. ടാറ്റ ബൈ ബൈ.